ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണ്ടേ? ക്രിസ്മസ് ട്രീ ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് കുറച്ച് ക്യാൻഡിൽസ് ഒക്കെ മേടിക്കണമായിരുന്നു. അപ്പൊ അതിനായിട്ട് പോപ്പുലർ ക്യാൻഡിൽസ് എന്ന് പറഞ്ഞ ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ്. അതിന്റെ എൻട്രൻസ് തന്നെ കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. അവിടെ ഒരു നേറ്റിവിറ്റി സെറ്റ് അവർ സെറ്റ് ചെയ്തിരുന്നു. അതും വാക്സ് കൊണ്ടുള്ള നേറ്റിവിറ്റി സെറ്റ്. അത് കുറച്ചു നേരം ഞാനിങ്ങനെ നോക്കി നിന്ന് കേട്ടോ. അതിനുശേഷം ഞാൻ ഉള്ളിലേക്ക് കയറി. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ക്രിസ്മസ് തീമിലായിരുന്നു ഫുൾ സെറ്റ് ചെയ്തിരുന്നത്. അവിടെയുള്ള ക്യാൻഡിൽസിനെല്ലാം ക്രിസ്മസ് തീമിലുള്ള ഷേപ്പുകളായിരുന്നു. അങ്ങനെ ഞാൻ അതിനകത്തെ ഇവിടെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നടന്നു. ഇവരുടെ റീൽസ് ഒക്കെ കണ്ട് ഞാനിങ്ങനെ ആഗ്രഹിച്ച് കൊതിച്ചാണ് ഇവിടേക്ക് എത്തിയത്. അപ്പം എനിക്ക് സ്പൈറൽ ക്യാൻഡിൽസ് വേണമായിരുന്നു. വിനോദത്തിന് അവിടുന്ന് കൊടുത്തുവിട്ട ക്യാൻഡിൽസിനകത്ത് ഗ്രീൻ 2 എണ്ണവേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് ഗ്രീൻ ക്യാൻഡിൽസ് ഒക്കെ വേണമായിരുന്നു. അങ്ങനെ ഞാൻ ചോദിച്ചു. അങ്ങനെ റെഡും ഗ്രീനും ഒക്കെ ക്യാൻഡിൽസ് ഒക്കെ എടുത്തു. പിന്നെ ഈ പൈൻ കോണ്ട് ഷേപ്പിലുള്ള ക്യാൻഡിൽസ് കണ്ടോ? ഇത് റീൽസിലൊക്കെ കണ്ട് ഞാനിങ്ങനെ വാങ്ങിക്കാൻ പറ്റുവാണെങ്കിൽ വാങ്ങിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. അങ്ങനെ ഞാൻ അതിന്റെ 2 എണ്ണം ഒക്കെ എടുത്തു. പിന്നെ ഈ ട്രീയുടെ ഷേപ്പ് കണ്ടോ? ഇതും എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് മിനിറ്റ് പർച്ചേസ് ഒക്കെ നടക്കുവാണ്. അതായത് നോക്കി, ക്യാൻഡിൽ സ്റ്റാൻഡും ക്യാൻഡിൽസും ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ ഇവിടുത്തെ എക്സ്പ്ലോറിംഗ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങള് ബില്ലൊക്കെ ചെയ്ത് വീട്ടിലേക്ക് പോയി. ഇനി നമ്മൾക്ക് വീടിനകം ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഫ്രണ്ടില് നമ്മുടെ എൻട്രൻസ് ഡോർ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ മക്കളും ഞാനും കൂടിയൊക്കെ ആയിട്ട് ഞങ്ങൾ പതിയെ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇത് കണ്ടോ, ഫ്രണ്ടിലുള്ള ഷൂറാക്കില് അവിടെ ഞങ്ങളൊരു മിറർ വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ കുറച്ച് ലൈറ്റ്സും അതുപോലെ തന്നെ ഗാർലൻഡ്സ് ഒക്കെ വെച്ച് കുറച്ച് ബെറീസും റെയിൻഡിയേഴ്സിനും ഒക്കെ വെച്ച് കൊടുത്തു. പിന്നെ കുറച്ച് ലൈറ്റ്സും സ്റ്റാറും ഒക്കെ വെച്ച് അങ്ങനെ അവിടെ സെറ്റ് ചെയ്തെടുത്തു. ഞാൻ വിചാരിച്ചു ഓരോ പാർട്ട് ബൈ പാർട്ടായിട്ട് നിങ്ങളെ ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുവാണ്. വർഷങ്ങളായിട്ട് ഞാൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഓരോ പ്രാവശ്യവും ഞങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ഞാൻ വാങ്ങിക്കും. അപ്പം അങ്ങനെ എല്ലാം സൂക്ഷിച്ചു വെച്ച് കുറേ വർഷങ്ങളിലെ സാധനങ്ങളാണ് ഇതൊക്കെ. ഈ മരക്കുറ്റി കണ്ടോ? എൻ്റെ കൂടെ ദുബൈയിൽ ഉണ്ടായിരുന്ന അതേ മരക്കുറ്റി തന്നെയാണ് കേട്ടോ. അതിന്റെ മുകളിൽ ഒരു റീത്തൊക്കെ വെച്ച് കുറച്ച് ഫില്ലിംഗ് ഒക്കെ വെച്ച് ഒരു ലാൻറ്റേൺ ഒക്കെ വെച്ച് ബെറീസും ലൈറ്റ്സും ഒക്കെ വെച്ച് അതങ്ങനെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്തെടുക്കുവാണ്. എല്ലാ വർഷവും മെയിൻ ഡോറിൽ ഏതെങ്കിലും ഒരു ക്രിസ്മസ് റീത്ത് ആയിരിക്കും ഹാങ് ചെയ്തിടുക. ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ, റിബൺസ് വെച്ചിട്ടുള്ള ഒരു DIY ചെയ്തെടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പൊ ഇതെനിക്ക് ഭയങ്കര ആഗ്രഹിച്ച് ഞാൻ ഇങ്ങനെ പിൻട്രസ്റ്റിലൊക്കെ കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ചെയ്തു തുടങ്ങുവാണ്. സക്സസ് ആവുമെന്ന് ഒന്നും എനിക്കറിയില്ല. പക്ഷെ നമ്മൾ തന്നെത്താനെ ചെയ്തെടുക്കുന്ന ഓരോ കാര്യങ്ങൾക്കും അതിനൊരു പ്രത്യേകതയുണ്ടല്ലോ, അതങ്ങനെയാണ്. അപ്പം ഈ റിബൺസ് ഒക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ട് കുറച്ച് നാളായി. പക്ഷെ ചെയ്തെടുക്കാനായിട്ട് ഇതുവരെയും സമയം കിട്ടിയില്ല. കാരണം വീഡിയോ ഒക്കെ എടുക്കുന്നത് കൊണ്ട് തന്നെ അതിനൊരു സാവകാശമൊക്കെ വേണമല്ലോ. അങ്ങനെ നമ്മൾ ചെയ്തെടുക്കുവാണ്. കൈയൊക്കെ പൊള്ളുന്നുണ്ട് എനിക്ക്, കാരണം നമ്മുടെ ഹോട്ട് ഗ്ലൂ ഗണ്ണൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇതെന്ന് പറഞ്ഞാല് നമ്മുടെ മെയിൻ ഡോറിന്റെ 2 ഭാഗത്തും ഈ ഡെക്കറേഷൻസ് ഉണ്ടാവും. അതായത് റിബണിന്റെ 2 അറ്റത്തും ഒരേ ഡെക്കർ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഡിഫറെന്റ് ആയിട്ട് ചെയ്യാം കേട്ടോ. ഇപ്പൊ ഞാൻ ചെയ്തെടുക്കുന്നത് ഒരേ ഐറ്റംസ് തന്നെയാണ് നമ്മൾ അപ്പുറവും ഇപ്പുറവും ചെയ്തെടുക്കുന്നത്. സാധാരണ അങ്ങനെയാണ് ചെയ്ത് കാണുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലാതായിട്ട് ചിന്തിക്കാം. ഇപ്പം റിബണൊക്കെ തികയുമോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷനൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പണ്ടത്തെ ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് ഇങ്ങനെ മെയിൻ ഡോറിലുള്ള ഡെക്കറേഷൻസോ അതുപോലെ വീടിനകത്തുള്ള ഡെക്കറേഷൻസോ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. വീടിന്റെ പുറത്ത് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ ഏതാണോ ഹൈറ്റ് കുറഞ്ഞ ഒരു മരം, അതിനെ നമ്മളങ്ങ് ക്രിസ്മസ് ട്രീ ആക്കും അല്ലെ. അപ്പൊ അതിന് ഇപ്പോഴത്തെ ക്രിസ്മസ് ട്രീയുടെ ഷേപ്പ് ഒന്നും ഉണ്ടാവണമെന്നില്ല. അപ്പൊ ഞങ്ങളുടെ വീടിന്റെ, എന്റെയും ബ്രദേഴ്സിന്റെയും ഒക്കെ ക്രിസ്മസ് ട്രീ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിന്റെ വാതിക്കലായിട്ട് ഒരു പറങ്കി മരം ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ക്യാഷ്നട്ടൊക്കെ കിട്ടുന്ന ആ മരം ഉണ്ടല്ലോ, അതിലായിരുന്നു ക്രിസ്മസ് ട്രീ ഒക്കെ അറേഞ്ച് ചെയ്തിരുന്നത്. അതിന്റെ ഫ്രണ്ടിലായിട്ട് ടീപ്പോയും ഒക്കെ ഇട്ട് നമ്മുടെ പുൽക്കൂടും ഒക്കെ ഒരുക്കി അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ക്രിസ്മസ്. അപ്പം പുൽക്കൂടെന്ന് പറഞ്ഞാൽ റെഡിമെയ്ഡ് പുൽക്കൂടൊന്നും അല്ല കേട്ടോ. അന്നെന്ന് പറഞ്ഞാൽ സമയം എടുത്തുള്ള പ്രോസസ്സാണ്. എല്ലാവരും കൂടെ ചേർന്ന് മലയും കുന്നും പുല്ലും കച്ചിയും ഒക്കെ വെച്ചിട്ടുള്ള നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുവാണ്. എല്ലാം നമ്മൾ ഇങ്ങനെ സങ്കല്പിച്ച് എടുക്കും. ആൾക്കാർ നടന്നു വരുന്നതായിട്ടൊക്കെ സങ്കല്പിച്ച് അങ്ങനെ അതിനകത്ത് നമ്മുടെ ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങളൊക്കെ ആ വഴിയിലൊക്കെ ഉണ്ടാവും. കഥയൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞില്ല അല്ലെ. ഇപ്പൊ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ തൊട്ടടുത്തായിട്ട് ഇതുപോലെ കുറച്ച് ലീഫൊക്കെ വെച്ച് സെറ്റ് ചെയ്യുവാണ്. അതിനകത്ത് റെയിൻഡിയേഴ്സിനെ വെച്ച് പൈൻകോണിന്റെ ഷേപ്പിലുള്ള ക്യാൻഡിൽ കണ്ടോ, ഇതാണ് ഞാൻ അവിടുന്ന് പോപ്പുലർ ക്യാൻഡിൽ നിന്ന് ഒന്ന് വാങ്ങിയത്. അങ്ങനെ അവിടെ സെറ്റ് ചെയ്തെടുത്തു. ഇനി നമ്മളൊരു റീത്ത് സെറ്റ് ചെയ്യുവാണ്. ഈ റീത്ത് പ്ലെയിൻ ആയിട്ടുള്ളത് വാങ്ങിയത് ഫിജിയിൽ നിന്ന് ഞാൻ വാങ്ങിയത് കേട്ടോ. അതിൽ കുറച്ച് പൈൻകോൺസും കുറച്ച് ബെറീസും ഒക്കെ ഒട്ടിച്ചു കൊടുത്ത് വളരെ സിമ്പിൾ ആയിട്ട് ഒരു റീത്ത് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അതിന്റെ ഭംഗി ഒട്ടും കളയാതെ, അധികം ഐറ്റംസ് ഒന്നും ഇടിച്ചു കയറ്റാതെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുവാണ്. അങ്ങനെ ഒരു ബോയൊക്കെ നമ്മൾ കെട്ടിക്കൊടുത്തു. ഇനി നമുക്കിത് ഹാങ് ചെയ്തിടാം. അങ്ങനെ ഹാങ് ചെയ്തിട്ടു. നോക്കിയേ, മുമ്പ് കൊയർ ഏരിയയിൽ കിടന്നിരുന്ന അതേ ടേബിൾ കൊണ്ടുവന്നാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. ഇത് ഒരു ഫയർ സ്പേസ് പോലെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുവാണ്. അങ്ങനെ അവിടം സെറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ലിവിങ് ഏരിയ സെറ്റ് ചെയ്തെടുക്കാം. ഈ സാന്താക്ലോസിനെ കണ്ടോ? ഈ സാന്താക്ലോസിനെ ഫെജിയിൽ നിന്ന് മേടിച്ച കേട്ടോ. അത് ക്രൂഷേ ട്രീ ഞാൻ ചെയ്തെടുത്താണ്. ഇതൊക്കെ ഡെക്കോ ആർട്ട് ചെയ്യാൻ വേണ്ടി വാങ്ങിയ ടിഷ്യൂസ് ആണ്. ഇനി നമുക്ക് വിന്റർ വില്ലേജ് കാണാം. ഞാനിങ്ങനെ ഒരു വിന്റർ വില്ലേജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലുള്ള ഹൗസുകളൊക്കെ ഒറ്റയടിക്ക് ഞാൻ വാങ്ങിച്ചതല്ല കേട്ടോ. പല വർഷങ്ങളിലായിട്ട് ഓരോന്ന് വെച്ച് ഞാനിങ്ങനെ വാങ്ങിച്ച് ഇതിലുള്ള ആൾക്കാരെയൊക്കെ വെച്ച് അങ്ങനെ സെറ്റ് ചെയ്തെടുക്കുന്നതാണ്. ഇനി നമ്മൾ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്യുവാണ്.
ഈ ജഗ് വുഡ്സ്ബർഗിൽ നിന്ന് മേടിച്ചതാ കേട്ടോ. ഈ ബേർഡ്സിനെ കണ്ടോ, ഇത് കുര്യൻസിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇത് ഞങ്ങളുടെ ഹാൻഡ് വാഷ് ഏരിയ ആണ്. അവിടെ അഭിനാശം കൊടുത്തുവിട്ട ജിഞ്ചർ ബ്രെഡിന്റെ ഹാൻഡ് വാഷ് ഡിസ്പെൻസർ ഒക്കെ വെച്ചു. ക്രിസ്മസ് തീമിലുള്ള ഹാൻഡ് ടവൽസ് ഒക്കെ ഹാങ് ചെയ്തിട്ടു. ഇത് ഞങ്ങളുടെ പൗഡർ റൂമാണ് കേട്ടോ. ഇത് നമ്മുടെ ബാൽക്കണി സെറ്റ് ചെയ്യാൻ പോവാണ് ഇനി. അങ്ങനെ ഞാനും മോനും കൂടെ ബാൽക്കണിയിൽ സെറ്റ് ചെയ്തെടുക്കുവാണ്. അങ്ങനെ അവിടെ സെറ്റിങ്സ് ഒക്കെ ചെയ്തു, ലൈറ്റ്സ് ഒക്കെ ഹാങ് ചെയ്തിട്ടു. ഇനി നമുക്ക് മൊത്തത്തിലുള്ള വ്യൂ ഒന്ന് കണ്ടിട്ട് വരാം. ശരിക്കും ത്രോട്ട് ഇൻഫെക്ഷൻ ഒക്കെ അടിച്ച് ആകെപ്പാടെ സുഖമില്ലാതിരിക്കുവാണ്. ചൂടുവെള്ളമൊക്കെ കുടിച്ച് ആണ് വോയിസ് ഓവർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിനകത്ത് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്ന വീഡിയോസാണ് കൂടുതൽ ഇഷ്ടം എന്നറിഞ്ഞുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ സൗണ്ട് വലിയ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ മ്യൂസിക് മാത്രം ഇട്ട് ചില വീഡിയോസൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ എല്ലാവർക്കും ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ ഇഷ്ടമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ സാഹസികതയ്ക്ക് മുതിർന്നത്. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പാർട്ട് 1ന്റെ കൂടെ തന്നെ പാർട്ട് 2 വീഡിയോയും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. വീഡിയോയുടെ ലെങ്ത് കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഉടനെ തന്നെ പാർട്ട് 2 പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാം പറഞ്ഞതുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.